അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ തൻ്റെ പുസ്തകത്തിൽ 4 ഇമാമുമാരെ ഉദ്ധരിക്കുന്നത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. 4 ഇമാമുമാരും അവരുടെ അന്ധമായി അവരുടെ നിലപാടുകളെ അനുകരിക്കുന്നതിനെക്കുറിച്ചുള്ള ശക്തമായ അവരുടെ എതിർപ്പ് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ തൻ്റെ പുസ്തകത്തിൽ ആദ്യമായി ചേർത്തു. 4 ഇമാമുമാരും തങ്ങളെ അന്ധമായി അനുകരിക്കുന്ന വിഷയത്തെ എതിർക്കുന്നവരും തങ്ങൾക്ക് തെറ്റുപറ്റാമെന്ന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നവരുമാണ് എന്നുള്ളത് വ്യക്തമായി അത് പറയുന്നവരുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം ഒരു ഹെഡിങ് കൊണ്ടുവരുന്നുണ്ട്, തർക്കുൽ അത്ബാഇ ബഅദ അഖ്വാലി അഇമ്മതിഹിം ഇത്തിബാഅൻ ലിൽസുന്ന. വലിയ ഭുവനപ്രസിദ്ധരായ മഹാപണ്ഡിതന്മാരായ ഇമാമുമാരായ തങ്ങളുടെ ഉസ്താദുമാരെ അവരെപ്പോലെ തന്നെ പ്രഗത്ഭരും മഹത്വമുള്ളവരും മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്തിൽ വലിയ സ്ഥാനമുള്ളവരുമായ പണ്ഡിതന്മാരായ ശിഷ്യന്മാർ എതിർത്ത അവർ സ്വീകരിച്ച തങ്ങളുടെ ഉസ്താദുമാർ സ്വീകരിച്ച നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരുടെ ചില സംഭവങ്ങളും അവരുടെ നിലപാടുകളും അദ്ദേഹം അതിന് താഴെ കൊണ്ടുവരുന്നുണ്ട്. ആദ്യമായി അദ്ദേഹം പറയുന്നത് അന്നൽ ഇമാമൈൻ മുഹമ്മദ് ബിനുൽ ഹസൻ അബാ യൂസുഫ്. മുഹമ്മദ് ബിനുൽ ഹസൻ അശ്ശൈബാനി എന്നുള്ളത് പ്രഗത്ഭനായ പണ്ഡിതനാണ്. അതുപോലെ തന്നെ അബൂ യൂസുഫ് അൽ കൂഫി എന്ന് പറയുന്നതും പ്രഗത്ഭനായ പണ്ഡിതനാണ്. 2 പേരും ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യന്മാരാണ്. മാത്രമല്ല ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഏറ്റവും കാരണക്കാരായി നിന്നിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ 2 ശിഷ്യന്മാരാണ്, അബൂ യൂസുഫുൽ കൂഫിയും അതുപോലെ തന്നെ അബുൽ ഹസൻ അശ്ശൈബാനി മുഹമ്മദ് ബിനുൽ ഹസൻ അശ്ശൈബാനിയും. ഈ 2 പണ്ഡിതന്മാരാണ് ഹനഫി മദ്ഹബിനെ സമൂഹത്തിന് കൃത്യമായി പരിചയപ്പെടുത്തുകയും ഇമാം അബൂ ഹനീഫയുടെ നിലപാടുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ശിഷ്യന്മാർ. അവരെക്കുറിച്ച് പറയുകയാണ്, ഖദ് ഖാലഫ ശൈഖഹുമാ അബാ ഹനീഫ ഫീ നഹ്വി സുലുസിൽ മദ്ഹബ്. അബൂ ഹനീഫ സ്വീകരിച്ച നിലപാടിൽ 1/3 അഥവാ അബൂ ഹനീഫ 3 നിലപാട് സ്വീകരിച്ചാൽ അതൊരു നിലപാടിനോട്, അതല്ലെങ്കിൽ 30 വിഷയത്തിൽ അബൂ ഹനീഫയുടെ 10ഓളം വിഷയത്തോട് 1/3 മദ്ഹബ് അബൂ ഹനീഫയുടെ നിലപാടിലെ 1/3 ഈ 2 പണ്ഡിതന്മാർ എതിരായിരുന്നു. തങ്ങളുടെ ഉസ്താദ് പഠിപ്പിച്ചതിൻ്റെ 1/3 ശരിയല്ല എന്ന് ഇവർ തുറന്നു പറഞ്ഞിരുന്നു എന്നുള്ളത് അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആദ്യത്തെ ഹദീസ് സമാഹാരമാണ് ഇമാം മാലിക്കിൻ്റെ അൽ മുവത്ത എന്ന ഗ്രന്ഥം. മുവത്ത എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ പറയുന്ന മുഹമ്മദ് ബിനുൽ ഹസൻ ഷെയ്ബാനിയുടെ വാക്കുദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഖാല മുഹമ്മദ് അമ്മ അബൂ ഹനീഫ റഹിമഹുല്ലാ ഫകാന ലാ യറാ ഫിൽ ഇസ്തിസ്ഖാഇ സ്വലാത്തുൻ. മഴ തേടിക്കൊണ്ട് നമസ്കരിക്കാറുണ്ട് നമ്മൾ. വരൾച്ച രൂക്ഷമാകുമ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം പ്രവാചകന്റെ സുന്നത്താണ്. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം അബൂ ഹനീഫക്ക് ആ വിഷയത്തിലുള്ള ഹദീസ് വന്നെത്തിയിട്ടില്ലായിരുന്നു. ആയതിനാൽ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് എതിരായിരുന്നു അബൂ ഹനീഫ റഹിമഹുല്ലാ. അമ്മ ഫി ഖൗലിന, എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുകയാണ്, മുഹമ്മദ് ബിനുൽ ഹസൻ ഷെയ്ബാനി പറയുകയാണ്, എന്നാൽ നമ്മുടെ നിലപാട് എന്താണ്? ഫഇന്നൽ ഇമാമ യുസല്ലി ബിന്നാസി റക്അത്തൈൻ. ഇമാം ആളുകളെയും കൊണ്ട് 2 റക്അത്ത് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പക്ഷേ എൻ്റെ ഉസ്താദിന് ആ നിലപാടില്ലായിരുന്നു. ഉസ്താദിന് ആ വിഷയമായി ബന്ധപ്പെട്ട ഹദീസുകൾ അറിയില്ലായിരുന്നു. ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാടല്ല നമ്മുടെ നിലപാട്, മറിച്ച് നമസ്കരിക്കണം മഴയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് എന്ന് അദ്ദേഹം തിരുത്തുകയാണ്. പിന്നീടോ അതേപോലെ തന്നെ ഐസാം ബിൻ യൂസുഫുൽ ബലിഖി എന്നൊരു പണ്ഡിതനുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിയുടെ ശിഷ്യനാണ്. അതുപോലെ തന്നെ വമിനൽ മുലാസിമീന ലിൽ ഇമാം അബി യൂസുഫ്, അബൂ യൂസുഫുൽ കൂഫിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. കാന യുഫ്തി ബിഖിലാഫി ഖൗലിൽ ഇമാം അബി ഹനീഫ കസീറൻ. അബൂ ഹനീഫയുടെ നിലപാടുകൾക്കെതിരായിരുന്നു ഇദ്ദേഹത്തിന്റെ പല നിലപാടുകളും. ലിഅന്നഹു ലം യഅലമിദ് ദലീൽ, കാരണം അബൂ ഹനീഫ വിഷയത്തിലുള്ള ദലീൽ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. എന്നാലോ വക്കാന യദ്ഹറു ലഹു ദലീലുൻ ഗൈറു ഫയുഫ്തി ബിഹി,
ഇദ്ദേഹം മനസ്സിലാക്കിയ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അബൂ ഹനീഫയുടെ നിലപാടിനെതിരായിക്കൊണ്ട് അദ്ദേഹം ഫത്വകൾ കൊടുക്കാറുണ്ടായിരുന്നു. വലിദാലിക കാന യർഫഉ യദൈഹി ഇൻദ റുകൂഇ വറഫഇ മിൻഹു. റുക്കൂയിലേക്ക് നമസ്കരിക്കുമ്പോൾ പോകുമ്പോൾ കൈകൾ ഉയർത്തണമെന്നാണ് പ്രവാചകന്റെ നിലപാട്. പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് റുക്കൂയിൽ നിന്ന് ഒരാൾ ഉയരുമ്പോഴും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തണം. എന്നാൽ അബൂ ഹനീഫക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നിട്ടില്ലാത്തതിനാൽ റുക്കൂയിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്തേണ്ടതില്ല എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഈ രണ്ട് സന്ദർഭത്തിലും കൈകൾ ഉയർത്തണമെന്ന ഹദീസ് പിന്നീട് അബു ഇബ്നു ഇസാം ഇബ്നു യൂസുഫുൽ ബൽഖിക്ക് ലഭിക്കുകയും അദ്ദേഹം ആ വിഷയമായി നമസ്കരിക്കുന്നവൻ റുക്കൂയിലേക്ക് പോകുമ്പോഴും റുക്കൂയിൽ നിന്ന് തല ഉയർത്തുമ്പോഴും കൈകൾ ഉയർത്തണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കും. കാരണം അതാണ് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിങ്ങൾ നോക്കി, വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം തുടർന്ന് രേഖപ്പെടുത്തുകയാണ്, കമാ ഹുവ ഫി സുന്നത്തിൽ മുതവാത്തിറത്തി അൻഹു ഫലം യംനഉഹു മിനൽ അമലി ബിഹാ അന്ന അഇമ്മത്തുഹു സലാസ ഖാലു ബിഖിലാഫിഹാ. എന്നാൽ ഈ നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തിന്റെ 3 ഉസ്താദുമാരും 3 ഇമാമുമാരും കൈകൾ ഉയർത്തേണ്ടതില്ല എന്ന നിലപാടായിരുന്നു. എന്നിട്ടും അവരുടെ നിലപാട് സ്വീകരിക്കാതെ പ്രവാചകന്റെ സുന്നത്ത് എന്തിനോടൊപ്പമാണോ ആ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഈ വിഷയത്തിൽ ഇത്ര താല്പര്യപൂർവം ഇതിനെക്കുറിച്ചുള്ള നിലപാടുകൾ പറയുന്നത്? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമുണ്ട്, മദ്ഹബി സമൂഹമാണ്, മദ്ഹബി പക്ഷപാതിത്വമുള്ള സമൂഹമാണ്. 4 മദ്ഹബുകളെ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. പല സാധാരണ മനുഷ്യരും തങ്ങളുടെ മദ്ഹബിനെതിരാണ് പ്രവാചകന്റെ സുന്നത്തെന്ന് അറിഞ്ഞാലും മദ്ഹബിന്റെ കൂടെ പോകുന്നവരാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം സിദ്ധിച്ചൊരു പ്രവർത്തനമുണ്ട്. ഹജ്ജിന് പോകുന്ന സമയത്ത് വുളു എടുത്തൊരു വ്യക്തി അറിയാതെയോ മറ്റോ ഒക്കെ ഭാര്യയെ ചുംബിച്ചാലോ ഭാര്യയെ തൊട്ടാലോ സ്ത്രീകളെ സ്പർശിച്ചാലോ ഒന്നും വുളു മുറിയുകയില്ല എന്നുള്ളതാണ് പ്രവാചകനിൽ നിന്ന് കൃത്യമായി വന്ന റിപ്പോർട്ട്. അഥവാ ഒരാൾ വുളു എടുത്തുകൊണ്ട് തൻ്റെ ഭാര്യയെയോ ഉമ്മയെയോ സഹോദരിയോ സ്പർശിക്കുന്നത് അയാളുടെ വുളു നഷ്ടപ്പെടുത്തുന്ന വിഷയമല്ല. എന്നാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം ഒരു വ്യക്തി വുളു എടുത്താൽ അന്യ സ്ത്രീയെ സ്പർശിച്ചാൽ അയാളുടെ വുളു മുറിയും. ഹജ്ജിനും ഉംറക്കും പോകുന്ന ഒരു വ്യക്തിക്കറിയാം, ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയെ അബദ്ധത്തിൽ സ്പർശിക്കാതെ ഒരാൾ ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത് അസാധ്യമാണ്. സ്വാഭാവികമായും ഇവിടെ നിന്ന് ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ അവരുടെ ഹജ്ജും ഉംറയും നിർവഹിക്കുമ്പോൾ തവാഫിന്റെ സമയത്ത് അവർക്ക് വുളു നിർബന്ധമാണ്. ആ സമയത്ത് സ്വാഭാവികമായും സ്ത്രീകളെ സ്പർശിക്കുകയും വുളു മുറിയുകയും ചെയ്യും. മദ്ഹബി ഇമാം ഷാഫിഈ മദ്ഹബ് അല്ലെങ്കിൽ മദ്ഹബു ഷാഫിഈ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അപ്പോൾ സാധാരണയായി അവർ ചെയ്യുക എന്താണ്? ഞാനിതാ ഹനഫി മദ്ഹബ് പ്രകാരം വുളു എടുത്തിരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഹനഫി മദ്ഹബിൽ വുളു എടുത്തു കഴിഞ്ഞാൽ ഒരാൾ അന്യ സ്ത്രീയെ സ്പർശിച്ചാൽ വുളു മുറിയൂല. എന്തൊരു വിരോധാഭാസമാണിത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ ഒരു വിഷയത്തിൽ 2 നിലപാട് പറയോ? വുളു മുറിയുമെന്ന് റസൂൽ പറയാ, വുളു മുറിയൂല എന്ന്. ഇമാം ഷാഫിഈ മദ്ഹബ് പ്രകാരം വുളു മുറിയും, ഹനഫി മദ്ഹബ് പ്രകാരം വുളു മുറിയൂല. 2 നിലപാടും ഏതായിരുന്നാലും റസൂൽ സ്വീകരിക്കൂല. ഏതെങ്കിലും ഒരു നിലപാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ചത്. ആ നിലപാട് കൃത്യമായി അബൂ ഹനീഫ പറഞ്ഞെടുത്താണ് ശരി. ഇമാം അബൂ ഹനീഫ വിഷയത്തിലെടുത്ത നിലപാടാണ് ശരി. പ്രവാചകനിൽ നിന്ന് കൃത്യമായി വുളു എടുത്ത ഒരാൾ അന്യ സ്ത്രീയെ സ്പർശിച്ചു പോവുകയോ മറ്റോ ചെയ്താൽ വുളു മുറിയുമെന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീസും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടില്ല. എന്നാൽ ഇമാം ഷാഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ, മറ്റുള്ള മദ്ഹബി ഈ വിഷയത്തിൽ വുളു മുറിയുമെന്ന് നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാർ അവർക്ക് ലഭിച്ച ആസാറുകളുടെയോ സ്വഹീഹ അല്ലാത്ത ഹദീസുകളുടെയോ അടിസ്ഥാനത്തിലാണ് ആ നിലപാട് സ്വീകരിച്ചത്. പക്ഷെ അവർക്കറിയില്ല ആ ഹദീസ് അതിൻ്റെ സ്വീകാര്യത എത്രത്തോളം എന്നുള്ളത്. ഇവിടെയാണ് ഇമാം അൽബാനി ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ പറയുമ്പം സമൂഹം എതിർക്കും. നീ ഇമാം ഷാഫിയേക്കാൾ വലിയ പണ്ഡിതനാണോ? 10 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടമുള്ള പണ്ഡിതനാണ് ഇമാം ഷാഫിഈ എന്നൊക്കെയാണ് ആളുകൾ പലപ്പോഴും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഇമാം ഷാഫിഈ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് അള്ളാഹു അപാരമായ മെമ്മറി അഥവാ ഓർത്തുവെക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമേ ഇല്ല. 10 ലക്ഷം ഹദീസൊക്കെ മനപ്പാടമാണ് എന്ന് പറയുന്നത് ഒരല്പം കടന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ്. മുഴുവൻ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാലും, പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്ന മുഴുവൻ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാലും അത്രത്തോളം ഹദീസുകൾ കാണാൻ കഴിയില്ല.
ഇമാം ബുഖാരി തന്റെ കിതാബിൽ സ്വഹീൽ ബുഖാരിയിൽ 7000-ൽ പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ 7000-ൽ പരം ഹദീസുകളിൽ 2600-600ഓളം ഹദീസുകൾ മാത്രമേ ആവർത്തനമില്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 7000 ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരേ ഹദീസ് തന്നെ പലരിലൂടെ റിപ്പോർട്ട് ചെയ്ത് ആവർത്തിച്ചു വന്നതാണ്. ആവർത്തനമില്ലാതെ 2600 ഹദീസ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീൽ 9000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആവർത്തനം മാറ്റി നിർത്തിയാൽ വെറും 4000-ഓളം ഹദീസുകളെ മാത്രമുള്ളൂ. ലോകത്തുള്ള മുഴുവൻ ഹദീസ് പണ്ഡിതന്മാരും ശേഖരിച്ച, അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള ആളുകൾ അവരുടെ മുസ്നദുകൾ സ്വീകരിച്ച മുഴുവൻ ഹദീസുകൾ എടുത്തു നോക്കിയാലും അതിന്റെ ആവർത്തനം മാറ്റിവെച്ചാൽ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്ന ഹദീസുകളുടെ കണക്ക് വെറും 7000 മുതൽ 10000 വരെ, 8000 മുതൽ 10000-ഓളം ഹദീസുകൾ മാത്രമേ ആകെ ഉള്ളൂ. ആകെ 10000-ഓളം സ്വഹീഹായ ഹദീസുകളെ ഉള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെ ഒരാൾ 10 ലക്ഷം ഹദീസുകൾ മനപ്പാടാക്കുക? അത് പല റിപ്പോർട്ടുകളിലൂടെ വന്നത്. ഇനി പറഞ്ഞത് സ്വീകാര്യമാണെങ്കിൽ തന്നെയും പലതരത്തിലുള്ള റിപ്പോർട്ടുകളിലൂടെ വന്നത് പണ്ഡിതന്മാരുടെ, ഇമ്മത്തുകളുടെ വാക്കുകൾ, താബിഈങ്ങളുടെ വാക്കുകൾ, സ്വഹാബികളുടെ വാക്കുകൾ തുടങ്ങിയതെല്ലാം കൂട്ടുമ്പോഴേ ആ രൂപത്തിലേക്ക് ഒരു കണക്ക് എത്തുകയുള്ളൂ. അപ്പോഴും അത്രത്തോളം കണക്കെത്തുമോ എന്നുള്ളത് അത്ഭുതകരമാണ്. അവസാനം ഇമാം അൽബാനി ഈ വാചകം, ഈ വിഷയം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. ഖുലാസത്തുൽ ഖൗലി ഇന്നനി അർജു അല്ലാ യുബാദിറ അഹദും മിനൽ മുഖല്ലിദീന ഇല അത്അനി ഫീ മശ്റബി ഹാദൽ കിതാബ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഞാൻ രചിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തിലുള്ള നമസ്കാരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ മുഖല്ലിദുകളായ മദ്ഹബുകളെ അന്ധമായി അനുകരിക്കുന്ന ആളുകൾ എൻ്റെ ഈ ഗ്രന്ഥത്തെ ആക്ഷേപിക്കരുത് എന്നതുകൊണ്ടാണ്. വതർക്കുൽ ഇസ്തിഫാദത്തി മിമ്മാ ഫീഹി മിനസ് സുനനി നബവിയ്യതി ബിദഅവ മുഖാലഫതിഹാ ലിൽ മദ്ഹബ്. മദ്ഹബിനോട് എതിരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകൾ ആളുകൾ ഒഴിവാക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. പിന്നീട് അദ്ദേഹം 2 ആയത്തുകൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. അതിശക്തമായ ഒരു വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണത്. ഫലാ വറബ്ബിക്, മുഹമ്മദ് നബിയെ താങ്കളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവരാരും വിശ്വാസികളാകുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ, അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ താങ്കളെ അവർ വിധികർത്താവാക്കുന്നത് വരെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത, പിന്നീട് താങ്കൾ ഒരു വിധി പറഞ്ഞാൽ ആ വിധിയെ പൂർണ്ണ മനസ്സോടുകൂടി അവർ സ്വീകരിക്കണം. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ, താങ്കളുടെ വിധിക്ക് അവർ പൂർണ്ണമായി കീഴ്പ്പെടണം. റസൂല് നമസ്കരിക്കുന്ന വിഷയത്തിൽ കൈ ഉയർത്തണമെന്ന് പറഞ്ഞാൽ കൈ ഉയർത്തണം, കൈ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞാൽ കൈ താഴ്ത്തിയിടണം, വിരലുകൾ ചൂണ്ടണമെന്ന് പറഞ്ഞാൽ വിരൽ ചൂണ്ടണം. അതിനെതിരെ ആര് പറഞ്ഞാലും, അത് ഇമാം അബൂ ഹനീഫ എന്നല്ല 4 ഇമാമുമാർ ഒന്നിച്ചു പറഞ്ഞാലും പ്രവാചകന്റെ വാക്ക് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ഏറ്റവും അടുത്ത സ്വഹാബത്തിന്റെ നിലപാട് പോലും അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലെയുള്ളവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പ്രവാചകൻ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ചില ആളുകൾ പറഞ്ഞു ഖാല അബൂബക്രിൻ വ ഉമർ, അബൂബക്കറും ഉമറും ഇങ്ങനെയാണ് പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, യൂഷിക്കു അൻ തുനസ്സല അലൈക്കും ഹിജാറത്തും മിനസ് സമാ അഖൂലു ഖാല റസൂലുള്ളാഹ് വ തഖൂലൂന ഖാല അബൂബക്രിൻ വ ഉമർ, നിങ്ങളുടെ മുകളിൽ ചരൽ മഴ വർഷിക്കട്ടെ, ഞാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെതിരായിക്കൊണ്ട് തെളിവായി കൊണ്ടുവരുന്നത് അബൂബക്കറിന്റെയും ഉമറിന്റെയും വാക്കാണോ? പ്രവാചകന്റെ വാക്കിന് മുമ്പിൽ എങ്ങനെയാണ് അവരുടെ വാക്കുകൾക്ക് നിലനിൽപ്പുണ്ടാവുക എന്ന് തിരുത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അടുത്ത ആയത്ത് കൊണ്ടുവരുന്നു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ വാക്കെന്താണ്? ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിച്ചാൽ, ഖുർആനും സുന്നത്തും അവരോട് പറഞ്ഞാൽ അവരുടെ നിലപാട് എന്താണ്? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ അതുകൊണ്ട് വിധി പറയുമ്പോൾ അൻ യഖൂലു സമിഅനാ വ അതഅനാ, ഞങ്ങളിതാ കേട്ടു, ഞങ്ങളിതാ അനുസരിച്ചു. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം പ്രാപിച്ചവർ. അപ്പം പ്രവാചകന്റെ വാക്ക് വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ പിന്നീട് നമുക്ക് സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ. ആരൊക്കെ അതിനെതിരെ പറഞ്ഞാലും, ഏതൊക്കെ പണ്ഡിതന്മാർ അതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ശരി. ഇത് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തുടർച്ചയായി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്റെ പുസ്തകം ആളുകൾ സ്വീകരിക്കണമെന്ന അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി ഈ വിജ്ഞാനം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അങ്ങനെ പ്രവാചകന്റെ സുന്നത്തുകളെ കണിശമായി സ്വീകരിക്കുകയും പ്രവാചകന്റെ സുന്നത്തുകൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.